300 മീറ്റർ, ഒരു ഹോർഡിംഗ്, ഒരു മുഖം, 5 കോടി. മൊത്തത്തിൽ ഒരു പുകയായിട്ടുണ്ടല്ലേ? ഇപ്പം ശരിയാക്കി തരാം. ഈ ഒരു ഹോർഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഹോർഡിംഗ്. ഇതൊരു യുണീക്ക് പീസാണ്. കാരണങ്ങൾ ഇതൊക്കെയാണ്. ആദ്യത്തേത്, ഇരട്ടച്ചങ്കനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗാംഭീര്യമുള്ള മുഖം മാത്രമേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. ഇത്ര ലാളിത്യമുള്ള ചിരിയുള്ള മുഖം ഇതാദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ചിരിക്കുമെന്ന് തന്നെ ഇലക്ഷൻ അടുത്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് യുണീക്ക് പീസാണ്. രണ്ടാമത്തെ കാരണം, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം 300 മീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനൊരു ഹോർഡിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഓക്കെ, ഇനി മൂന്നാമത്തേത്, ഇതൊരു പാർട്ടി ഹോർഡിംഗ് ആണ്, എന്നിട്ടും ഇതിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മൊത്ത ചെലവ് ഏകദേശം 5 കോടി രൂപയാണ്. ഏകദേശ കണക്കാണ് കേട്ടോ. LDF എന്നല്ല, ഒരു പാർട്ടിക്കും ഇത്രയും കോടികൾ മുടക്കാൻ ഒരു മടിയുമില്ല. കാരണം ഒന്ന്, അത് അവരുടെ ആവശ്യമാണ്. രണ്ട്, അത് അവരുടെ പൈസയല്ല, നമ്മുടെ പൈസയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും 5 കോടി പിരിച്ചെടുത്ത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മുഖം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്ലെക്സ് അടിച്ച് നിർബന്ധപൂർവ്വം നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട്? എനിക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. കാരണം ഇതിനുള്ള ചെലവ് ഇത് നിങ്ങളുടെ പൈസയാണ്, നമ്മുടെ പൈസയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതൊരു രാഷ്ട്രീയ ചാനലല്ല. ഒരു പാർട്ടിയോടും പ്രത്യേക അനുകമ്പയോ വിരോധമോ ഇതിനില്ല. ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന ഏത് പ്രശ്നമായാലും നമ്മളിവിടെ ചർച്ച ചെയ്യും, അത് ചോദ്യം ചെയ്യുകയും ചെയ്യും. അത് ഇന്ന മേഖല എന്നില്ല. രാഷ്ട്രീയമാവാം, സിനിമയാവാം, ആരോഗ്യമാവാം, എന്തും. നിങ്ങൾ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉറക്കെ പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുക, ഒരു കട്ടനടിച്ചുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ്റെ നമ്മളെ ബാധിക്കുന്ന ചെറിയ ചെറിയ വലിയ ചെലവ് കണക്കുകൾ, ഇലക്ഷൻ്റെ ജയപരാജയങ്ങൾ, അടുത്ത ചീഫ് മിനിസ്റ്റർ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഐ എം അഖിൽ, യുവർ ഡൂഡ് ബ്രോ. വെൽക്കം ടു കട്ടൻ ജംഗ്ഷൻ. കണക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി. നമ്മുടെ ഹോർഡിങ്ങിനെ പറ്റി തന്നെയാണ്. ഒരു പാർട്ടി ഹോർഡിങ്, LDF പോലൊരു പാർട്ടിയുടെ ഹോർഡിംഗ് ആയിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ഹോർഡിങ്സ് വെച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു പ്രവർത്തകൻ്റെ മുഖം മാത്രം അതിൽ വെച്ചിരിക്കുന്നത്? ചിലപ്പോൾ മോസ്റ്റ് ഫോട്ടോജനിക് ഫേസ് ഇൻ ദ പാർട്ടി നോക്കിയപ്പോൾ കിട്ടിയത് വിജയൻ സാർ ആയിരിക്കും, സ്വാഭാവികം. ഇനി അതല്ലെങ്കിൽ വിജയൻ സാറിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ LDFൽ ജനസമ്മതിയുള്ള മറ്റൊരു നേതാവില്ല എന്ന് വിജയൻ സാറിന് തോന്നിയതാണോ അതോ പാർട്ടിക്ക് തോന്നിയതാണോ? അതാവില്ലല്ലേ. കാരണം 1979 സ്ഥാപിതമായ 40 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ലക്ഷക്കണക്കിന് അണികളുള്ള ഒരു പാർട്ടിയാണ് LDF. അപ്പോൾ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലായിരിക്കും അല്ലേ? പിന്നെ ഒരു സംശയമുള്ളത്, എനിക്ക് മാത്രമല്ല വളരെയധികം സുഹൃത്തുക്കൾക്കുള്ള ഒരു സംശയമാണ്. വിജയൻ സർ ശരിക്കും LDFൻ്റെ കീഴിൽ വരുന്നതാണോ അതോ LDF എന്ന പാർട്ടി വിജയൻ സാറിൻ്റെ കീഴിൽ വരുന്നതാണോ? എന്തായാലും അതിൻ്റെ ഉത്തരം പാർട്ടിയിലെ ബുദ്ധിജീവികൾക്ക് അറിയാമായിരിക്കും. കാരണം അവർ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാര താത്വികമായി അവലോകനം ചെയ്ത് അതിന് ഉത്തരം പറയുമായിരിക്കും. അതെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. LDF പോലൊരു വലിയ പാർട്ടി, അതിൽ ശരിക്കും
ഒരു മുഖം മാത്രമേ ഉള്ളോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതായിട്ട്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദയവ് ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു ഷോർട്ട് ഫണ്ണി ബ്രേക്ക് നമുക്കെടുക്കാം. എ സ്മോൾ കട്ടൻ ബ്രേക്ക്. ഒരു ഫണ്ണി വീഡിയോ കാണാം. ആ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് എന്തിനോടെങ്കിലും സാദൃശ്യം തോന്നിയെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ് കേട്ടോ. കണ്ടു നോക്കൂ, എൻജോയ്. സാർ സാർ എന്ന് വിളിക്കണം, മനസ്സിലായല്ലോ. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ 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 നിന്റെ തല. ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു പ്രതിഭയായിരുന്നു അല്ലേ? ഭയങ്കര ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തി. ഓട്ടെ, നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ഈ ഒരു ഹോർഡിങ്ങിന് ഏകദേശം 5 കോടി ചിലവായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവനിരുന്ന് തള്ളുവാണ്. ഞാൻ തെളിയിച്ചു തരാം എങ്ങനെയാണ് 5 കോടി. അത് ഏറ്റവും മിനിമം ചിലവ് വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്ന കണക്കാണ്. നമുക്ക് കേരളത്തിലെ അർബൻ ബോഡീസ് മാത്രം എടുക്കാം. അതായത് കേരളത്തിൽ 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനുമുണ്ട്. മൊത്തത്തിൽ 93 അർബൻ ബോഡീസ്. അതിൻ്റെ മൊത്ത കിലോമീറ്റർ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 25,000 കിലോമീറ്റർ വരും. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹോർഡിങ്സ് ഏകദേശം 300 മീറ്റർ ഗ്യാപ്പിലുണ്ട്. ഈ 25,000 കിലോമീറ്ററിൻ്റെ 25% മാത്രം നമുക്കെടുക്കാം. അത്രയിൽ ഹോർഡിങ്സ് ഉള്ളൂ എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഏറ്റവും കുറച്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 25%, 25,000 കിലോമീറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ 6,250, 6,250 കിലോമീറ്റേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ കിലോമീറ്ററിൽ 300 മീറ്റർ വ്യത്യാസത്തിൽ ഹോർഡിങ്സ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളത് കണക്ക് കൂട്ടാൻ 1/2 കിലോമീറ്റർ ആക്കിയാണ്. ഓക്കെ, അപ്പോൾ 6,250 കിലോമീറ്ററിൽ 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഹോർഡിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം വരുന്നത് 12,000-ന് മുകളിലാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഹോർഡിങ്ങിന് എന്ത് ചിലവാകുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹോർഡിങ്സിൻ്റെ ഏറ്റവും ബേസിക് റേറ്റ് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അത്രയും വലിയൊരു ഹോർഡിങ് ചെയ്യാനും അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് പ്ലസ് റെൻറ്റ്, കാരണം ഇതൊരു റെൻ്റൽ ഹോർഡിംഗ് ആണ്, വെറും 4,000 രൂപ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. എങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് അതിന് മുകളിൽ പോകും, 5,000, 6,000. കാരണം വലിയ വലിയ ജംഗ്ഷനുകളിൽ റെൻറ്റും വളരെ കൂടുതലാണ്. എന്നിട്ടും ഞാൻ എടുക്കുന്നത് വെറും 4,000 രൂപയാണ് ഒരു ഹോർഡിങ്ങിന്. അപ്പോൾ ഈ 12,500 ഹോർഡിങ്സ് ഇൻറ്റു 4,000 വരുന്നത് 5 കോടി. ഇത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മിനിമം കണക്കാണ്. അർബൻ ബോഡീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിൻ്റെ കണക്ക് എവിടം വരെ പോകുമെന്ന്. എന്തല്ലേ ഒരു ഹോർഡിങ്സിന് വേണ്ടി 5 കോടി. ഇത് പാർട്ടി ഹോർഡിംഗ് മാത്രമാണ് കേട്ടോ. ഞാൻ ഈ കാൻഡിഡേറ്റ് അഥവാ സ്ഥാനാർത്ഥി ഹോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, അതിൻ്റെ ചിലവ് വേറെയാണ്. ഇനി ഇലക്ഷൻ ചിലവ് നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 2026 ഇലക്ഷൻ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം അതിന് ഗ്രീൻ ക്യാമ്പയിൻ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഫോക്കസ് കൂടുതൽ സോഷ്യൽ മീഡിയയിലായിരിക്കണം, ഹോർഡിങ്സ് കുറയ്ക്കണം എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ രണ്ടുമായി. അപ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കൂടെ ആയപ്പോൾ കോസ്റ്റ് ഡബിളായി. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് മുതിർന്ന നേതാക്കൾ, അത് ഒരു പാർട്ടിയുടെയും മുതിർന്ന നേതാക്കളാരും നമ്മൾ ഈ പറഞ്ഞ ഹോർഡിംഗ് അധികം കണ്ടിട്ടില്ല. കാരണം അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് റോഡിലൂടെ ആയിരുന്നില്ല, ആകാശത്തിലൂടെയായിരുന്നു, ഹെലികോപ്റ്റർ. കാരണം ഈ വർഷം ഹെലികോപ്റ്റർ ക്യാമ്പയിനും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ചെലവ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം 1,500-നും 2,000 കോടിക്കും അടുത്താണ്. ഒരു ഇലക്ഷൻ്റെ ചിലവാണ് കേട്ടോ പറഞ്ഞത്. ഇതെല്ലാം വരുന്നത് നമ്മുടെ നെഞ്ചത്തോട്ടാണ്. ഹെലികോപ്റ്റർ ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. കേരളത്തിൽ എല്ലാ മന്ത്രിമാർക്കും യാത്ര ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു പ്രൈവറ്റ് ചോപ്പർ നമ്മൾ ലീസിനെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അതായത് ഒരു മാസം കേരളം അതിനടയ്ക്കുന്ന വാടക എന്ന് പറയുന്നത് 80 ലക്ഷം, 80 lakhs ആണ്. ഓക്കെ,
അത് 25 മണിക്കൂറിനാണ്. ഇനി 1 മണിക്കൂർ കൂടുകയാണെങ്കിൽ ആ ഓരോ മണിക്കൂറിനും അടയ്ക്കേണ്ടത് 90,000 രൂപയാണ്. ദാറ്റ് ഈസ് 90,000. കഴിഞ്ഞ സെപ്റ്റംബർ 2025 മുതൽ മാർച്ച് 2026 മാത്രം കേരളം അതിലേക്ക് അടച്ചത് 4 കോടി രൂപയാണ്. 4 crores. എവിടെ നോക്കിയാലും കോടികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ മാസം കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാതെ എങ്ങനെ ഓടിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് കോടികൾ. ഇതെല്ലാം വരുന്നത് നമ്മുടെ ബാധ്യതയായിട്ടാണ്. സച്ച് റിച്ച് പീപ്പിൾ ഓഫ് കേരള അല്ലേ? രോമാഞ്ചം. ഇനി ഇലക്ഷൻ്റെ ചെലവ് നമുക്ക് മാറ്റി നിർത്തണം. ഇലക്ഷൻ അനിവാര്യമാണ്. അപ്പോൾ ഇലക്ഷൻ നടന്നു. മെയ് 4 റിസൾട്ട് വരും. ഒരു പാർട്ടി ജയിക്കും, അധികാരത്തിലും വരും. ഏത് പാർട്ടി വന്നാലും കേരളം വികസിപ്പിച്ച് പുഷ്പിപ്പിക്കും എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വികസനം, കേരളത്തിൽ വികസനമുണ്ടോ എന്ന് ചോദിച്ചാൽ വികസനം തീർച്ചയായിട്ടും ഉണ്ട്. എത്ര റോഡാണ് വന്നിരിക്കുന്നത്, എത്ര പാലമാണ് വന്നിരിക്കുന്നത്. റോഡും പാലവും അളന്നാണ് നമ്മൾ വികസനം എപ്പോഴും പറയുന്നത്. പക്ഷേ ഇതൊക്കെ പണിയാൻ ഉള്ള പൈസ, ഫണ്ട് കടമെടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. നിങ്ങളിങ്ങനെ ചിന്തിക്കൂ, നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുകയാണ്, ലോൺ എടുക്കുക. ആ വണ്ടി നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെയാണ്, നിങ്ങളത് ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മുടെ ആയിരിക്കുകയും ചെയ്യും. അതിൻ്റെ ബാധ്യത അഥവാ അതിൻ്റെ തിരിച്ചടവ് മുടക്കാത്തിടത്തോളം കാലം. ഒരു പരിധി കൂടുതൽ തിരിച്ചടവ് മുടക്കിക്കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടേതല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പാലവും എല്ലാം പണിയുന്നത്. എല്ലാം കടമെടുത്താണ്. ഓരോ വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുന്തോറും ഓരോ സർക്കാർ വന്ന് ഈ വികസിപ്പിക്കുമ്പോഴും നമ്മുടെ ബാധ്യതയാണ് കൂടുന്നത്. കണക്ക് പ്രകാരം, ഞാൻ പറയുന്ന കണക്കല്ല കേട്ടോ, ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ ബഹുമാന്യ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ബാധ്യത 50,000 കോടിക്ക് മുകളിലാണ്. ഇതിൽ 34,000 കോടി എന്നത് നമ്മുടെ ഇതുവരെയുള്ള കടം അടയ്ക്കാനുള്ള വാർഷിക ഇൻട്രസ്റ്റ് ആണ്. അതായത് എല്ലാ വർഷവും നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് 34,000 കോടി. നമ്മുടെ ബാധ്യത കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുമ്പോഴാണ് അതിനെ വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ആര് വന്നാലും അങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ സംഭവിക്കുന്ന പോലെ വികസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വികസിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട്. ഓക്കെ, ഇനി കേരളത്തിൽ അങ്ങനെ വികസനം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജനങ്ങളിലേക്ക് വികസനം വരുന്നുണ്ടോ? ജനങ്ങളിലേക്ക് വികസനം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് നല്ല വികസനം വരുന്നുണ്ട്. ആ വിഭാഗം ജനങ്ങളെ പറയുന്നതാണ് രാഷ്ട്രീയക്കാർ എന്ന്. ഇതും ഞാൻ പറയുന്നതല്ല കേട്ടോ. ADR റിപ്പോർട്ട് 2026 നമ്മളുടെ സ്ഥാനാർത്ഥികളുടെ, നമ്മുടെ 140 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ആസ്തി വിവരങ്ങൾ നോക്കി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2026 നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ആസ്തി 2021 അപേക്ഷിച്ച് 64% വികസിച്ചിട്ടുണ്ട്. അതൊരു വികസനമല്ലേ? തീർച്ചയായിട്ടും. കേരളത്തിൻ്റെ ബാധ്യത കൂടിയാലെന്ത്, ഖജനാവ് കാലിയായാലെന്ത്, നമ്മുടെ രാഷ്ട്രീയക്കാർ നല്ലപോലെ വികസിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ആവറേജ് അസറ്റ് എന്ന് പറയുന്നത് 2.25 കോടിയാണ്. അതായത് ഒരാൾക്ക് 2.25 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ചുരുക്കം. ആവറേജ് ആണ് കേട്ടോ. ഇനി പാർട്ടി വൈസ് ഉള്ള അസറ്റ് കാൽക്കുലേഷൻ ഞാൻ കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതും ADR പറയുന്നതാണ് കേട്ടോ. IUML ആണ് 84% കോടീശ്വരന്മാരുള്ള പാർട്ടി. അവരുടെ ചിഹ്നം കറക്റ്റാണ്, ഏണി. ബാക്കിയുള്ള പാർട്ടികളുടെ കോടീശ്വരന്മാരുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ 3 പേർ ശതകോടീശ്വരന്മാരാണ്. അതായത് 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളവർ. ഓക്കെ, ഇതൊക്കെ ഒരു വികസനമല്ലേ? തീർച്ചയായും. ഓക്കെ, ഇനി ഒരു സാധാരണക്കാരനിലേക്ക് വികസനം എത്തുന്നുണ്ടോ
എന്ന് ചിന്തിച്ചാൽ ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും വികസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സാധാരണക്കാരൻ ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ തുവ അത് ദിവസവും ദിനം പ്രതി വികസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ചിലർ നെറ്റി ചുളിച്ചിട്ടുണ്ടാവും, ചിലർ ചിരിച്ചിട്ടുണ്ടാവാം, അതിൽ ചിലർ മാത്രം ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു ഒരു സാധാരണ മാസശമ്പളക്കാരൻ അവൻ എങ്ങനെ ഓടിയാണ് ഒരു മാസം ഓടിക്കുന്നത് അവനെ അറിയാം. കാരണം വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കണം. ഇന്ന് പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഇന്നലെ കൊടുത്ത തുകയല്ല ഇന്ന് കൊടുക്കേണ്ടത്. കാരണം ദിനം പ്രതി പച്ചക്കറിയുടെ വില മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിക്കണം, അതും ദിനം പ്രതി മാറുന്നു. കൊച്ചിൻ്റെ സ്കൂൾ ഫീസ്, കൊച്ചിൻ്റെ ബസ് ഫീസ്, ഇതെല്ലാം അടച്ച് എങ്ങനെയോ ഒരു മാസം ഓടിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഇടുത്തി പോലെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും. അതും അടച്ച് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചടച്ച് ഹാവു എന്ന് പറയുമ്പോഴായിരിക്കും കുട്ടിക്ക് പനി വരുന്നത്. ഇനി കുട്ടിയുമായി ആശുപത്രി പോകണം, ആ ചെലവ്. സത്യത്തിൽ ഇത്രയും ഓടുന്നതിനിടയ്ക്ക് അവൻ ഏറ്റവും കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് സ്വന്തം കാര്യത്തിനാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വികസനത്തിൽ. കാരണം അത് അവൻ്റെ മാത്രം സ്വകാര്യതയാണ്. സോറി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒരല്പം ഇമോഷൻ്റെ അസുഖമുണ്ട്, അതിൻ്റെയാണത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടി ജയിച്ചാലും പരാജയപ്പെടുന്നത് നമ്മളാണ്, സാധാരണക്കാരാണ്. അപ്പോൾ ഏത് പാർട്ടി വന്നാലും പരാജയപ്പെടുന്നത് നമ്മൾ മാത്രമാണ്. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. അടുത്ത ചീഫ് മിനിസ്റ്റർ ആരായിരിക്കും? അടുത്ത ചീഫ് മിനിസ്റ്റർ ആരായിരിക്കും? അടുത്ത ചീഫ് മിനിസ്റ്റർ എന്നതിനേക്കാളും എങ്ങനെയുള്ള ആളായിരിക്കണം ചീഫ് മിനിസ്റ്റർ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, കറതീർന്ന, അഴിമതി തീരെയില്ലാത്ത ഒരു മനുഷ്യൻ. ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ കസേര ഒഴിഞ്ഞു തന്നെയായിരിക്കും. കാരണം അങ്ങനെ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. കാരണം അഴിമതി ഇല്ലാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? സോ ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഓക്കെ, അധികാരം, കസേര എന്നതൊക്കെ പറയുന്നത് ഒരു ചക്കരക്കുടമാണ്. ആര് കണ്ടാലും കൈയിട്ട് വാരി ആദ്യം സ്വന്തം വായിലാണ് വെക്കുക. അതിപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. വാരിക്കോട്ടെ, ആര് മന്ത്രി ആയാലും വാരിക്കോട്ടെ. പക്ഷേ ആ വാരുന്നതിൽ ഒരു പങ്ക് നാട്ടുകാർക്ക് കൊടുക്കണം. കാരണം നാട്ടുകാരുടെയാണ് എന്ന ബോധ്യമുള്ള ഒരാൾ ആവട്ടെ മുഖ്യമന്ത്രി. ഇനി ആ വ്യക്തിയുടെ ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ ഇവരൊക്കെ നാട്ടുകാരല്ലേ എന്ന് ചോദിച്ചാൽ നാട്ടുകാരാണ്. പക്ഷേ അവർ മാത്രമല്ല നാട്ടുകാർ എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാവട്ടെ മുഖ്യമന്ത്രി. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളാവട്ടെ മുഖ്യമന്ത്രി. സർവോപരി നല്ല വിദ്യാഭ്യാസവും ആരോഗ്യമുള്ള ഒരാളാവട്ടെ അടുത്ത മുഖ്യമന്ത്രി. ആരോഗ്യം എന്ന് ഞാൻ പറയാനുള്ള കാരണം, നമ്മൾക്ക്, അതായത് കേരളത്തിന് വേണ്ടുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അല്ലാണ്ട് അദ്ദേഹത്തെ നോക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടാവരുത്. ഇങ്ങനെയുള്ള വ്യക്തികൾ എല്ലാ പാർട്ടിയിലുമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ പാർട്ടികളിലുമുണ്ട്. പക്ഷേ ഈ യുവാക്കൾ പിന്തള്ളപ്പെടുന്നത് സീനിയോറിറ്റി ബേസിസിലാണ്. എല്ലാ പാർട്ടികളോടും ഒരപേക്ഷ, പ്രവർത്തകരുടെ തലയിലെ നര എണ്ണിയാവരുത് നിങ്ങൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. പകരം വിദ്യാഭ്യാസം, ആരോഗ്യം, ജനസമ്മതി, ഇതായിരിക്കണം മാനദണ്ഡം. ഇതാവണം മാനദണ്ഡം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്നോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. കാരണം അത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്താണെങ്കിലും നിങ്ങളുടെ ചിന്താധാരയിൽ എന്തു വരുന്നുണ്ടെങ്കിലും ദയവേത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് നമ്മുടെ നാടാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ദയവേത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എങ്ങനെയൊരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ എന്നും ഉണർന്നിരിക്കുന്ന ഒരു ജനവിഭാഗം മലയാളിയാണ്. ഇന്നും എന്നും എന്ത് പ്രശ്നമുണ്ടായാലും അതിനെതിരെ പ്രതികരിക്കാനും സംസാരിക്കാനുമുള്ള ഒരു ചങ്കൂറ്റം മലയാളിക്കുണ്ട്. യെസ്, വി ഹാവ് ദാറ്റ് എക്സ്ട്രാ ബോണ്ട്. ആ ഒരു ആവേശം, അതാണ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അതാണ് നമുക്ക് വേണ്ടത്. 1,
കോടികൾ മുടക്കി മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഹോർഡിംഗ് പ്രഹസനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? 2, LDF പോലൊരു വലിയ പാർട്ടിയിൽ ഒരു മുഖം മാത്രമേ ഉള്ളൂ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതായി? 3, എങ്ങനത്തെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് വേണ്ടത് കേരളം എന്ത് ചിന്തിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു ശതമാനം കമൻസ് ആയി കഴിയുമ്പോൾ ആ കമൻസ് വെച്ച് ഞാനൊരു സമ്മറി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് കേരളത്തിലെ ജനങ്ങൾ ഈ 3 ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണ് നൽകിയത് എന്നുള്ളൊരു സമ്മറി വീഡിയോ. ആ വീഡിയോ കിട്ടുവാൻ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. So, until we meet again, signing off. So,